കഴിഞ്ഞോണം കണ്ടാൽ നല്ല എഫക്റ്റ് ഉണ്ട്. കഴിഞ്ഞോണം ഞാൻ കവിത തിയേറ്റർ കണ്ടത്. അന്ന് ലാലേട്ടൻ, ടോവിനോ, പൃഥ്വിരാജ് എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര എഫക്റ്റാണ്. എസ്പെഷ്യലി ലാലേട്ടൻ്റെ ഫേസ് എക്സ്പ്രഷൻ ഭയങ്കരമാണ്. പുള്ളിയുടെ ആ ഒരു ഗ്രേസ് ഗാന്ധീര്യം ഭയങ്കര അങ്ങനെ ചെയ്യുന്നുണ്ട്. വലിയ ഡയലോഗ്സ് ഒന്നുമില്ല, പക്ഷേ അഭിനയം ഫേസ് എക്സ്പ്രഷനാണ്. പിന്നെ നമ്മളുടെ എല്ലാവരും മഞ്ജു ചെറിയ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ് എല്ലാം ചെയ്യുന്നുണ്ട്. പൃഥ്വിരാജ് മേക്കിംഗ് ഉഗ്രനാണ്. എല്ലാം കൊണ്ടും ആ സുജിത് വാസ്റ്റിൻ്റെ ക്യാമറ ഉഗ്രനാണ്. എല്ലാം കൊണ്ടും ഭയങ്കര എഫക്റ്റ്. എമ്പുരാൻ്റെ പ്രതീക്ഷ ഇതൊരു പാൻ കേരള ഫിലിമാണ്. മറ്റൊരു പാൻ വേൾഡ് ഫിലിമായി. ഇതിനെക്കാട്ട് വലിയ ക്യാൻവാസ് ഒരു ഹോളിവുഡ് സ്റ്റൈൽ കൊടുക്കും. ടോം ക്രൂസ് പടം കാണുമ്പോഴേക്കും ഇങ്ങനെ പല ഡയറ്റ് പൃഥ്വിരാജിനെ പറ്റും. ലൂസിഫറിനേക്കാളും വലിയ ഹിറ്റായിരിക്കും എമ്പുരാൻ. ലൂസിഫറിനെക്കാട്ടും വലിയൊരു ഹിറ്റായി. ലൂസിഫറാണ് നമുക്ക് കേരളത്തിൽ അതൊന്നും റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഉദ്രാൻ പറഞ്ഞ ലോകത്തിൽ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് മേക്ക് ചെയ്യുന്നത്. പല കൺട്രീസ് ആ രീതിയിൽ മേക്ക് ചെയ്യുന്നത്. ഭയങ്കര പടമായി. അപ്പോൾ ലൂസിഫർ റിലീസ് എങ്ങനെയുണ്ടായിരുന്നു? ലൂസിഫറിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ ഭാഗമാണ്. ജൂനിയർ അടിച്ചിട്ട് അഭിനയിക്കാൻ പോയായിരുന്നു പണ്ട്. കാണാൻ പറ്റിയിരുന്നു. ഇപ്പോൾ 6 കൊല്ലത്തിന് ഇപ്പോൾ വീണ്ടും കണ്ടപ്പോൾ ഒരു നല്ല രസമുണ്ട്. ലാലേട്ടൻ ആറാടി, പിന്നെ രാജുവേട്ടനാണെങ്കിൽ ഗംഭീരയുടെ അഭിനയിച്ചത്, സാനിയായിട്ട് ഗംഭീരം, മഞ്ജുവാരുടെ തിരിച്ചത്. എല്ലാവരും ലൂസിഫർ ഗംഭീര സിനിമയാണ്. ഇപ്പം പക്ക മാസം എൻ്റർടൈനർ സിനിമയാണ്. ത്രില്ലിംഗ് ആണ്, ഫാൻറ്റസിയാണ്, എൻ്റർടൈനിങ് ആണ്. എമ്പുരാൻ വെയിറ്റിംഗ് ആണോ? എമ്പുരാൻ ഇനി വെയിറ്റിംഗ് ആണ്. ട്രെയിലർ കണ്ടല്ലോ, നല്ലൊരു ട്രെയിലറാണ്. അതിനുവേണ്ടി നല്ലൊരു വെയിറ്റിംഗ് ആണ്. നമ്മൾ ഇനി എന്തായാലും നല്ലൊരു സിനിമയ്ക്ക് നല്ല റിവ്യൂ അതാണ് നമ്മൾ. മോഹൻലാൽ ഗംഭീരമായിട്ട് അഭിനയിച്ചു. ലൂസിഫർ എങ്ങനെയുണ്ടായിരുന്നു? രണ്ടാമത് തിയേറ്ററിൽ കണ്ടപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? രണ്ടാമത് കണ്ടപ്പോൾ പൊളിയായിരുന്നു. ഞാൻ ആ നല്ല എഫക്റ്റ് ഉണ്ടായി. മോഹൻലാലായിട്ട് കണ്ടിരിക്കാൻ ഒരു ആക്ടർ നമുക്ക് ഇഷ്ടപ്പെടുമ്പോൾ കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ടാവില്ല. കണ്ടാലും എമ്പുരാൻ അടുത്ത ആഴ്ച ഇറങ്ങാണ്. നല്ല എക്സ്പെക്ടേഷൻ. എൻ്റെ ബർത്ത്ഡേക്ക് ഇറങ്ങണം നമ്മൾ പറഞ്ഞു വെച്ചാണ്. കാത്തിരിപ്പുണ്ടോ? പിന്നല്ലാണ്ട് കട്ട വെയിറ്റിംഗ് ആണ്. ലൂസിഫർ എങ്ങനെ ഉണ്ടായിരുന്നു? ലൂസിഫർ അടിപൊളിയായിരുന്നു. നമ്മളന്ന് ആ ഒരു സമയത്ത് ഫസ്റ്റ് ഫ്രഷ് ഒക്കെ ഉണ്ടാകുന്ന നമ്മൾ വരുമ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ പി വി ആറിൽ കാണാൻ തീരുമാനിച്ചു പറഞ്ഞപ്പോൾ നമ്മുടെ ആറട്ടനും അലൻ ജോസൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിക്കും. ഇന്നലെ തീരുമാനം എടുത്ത് പെട്ടെന്ന് കാണാൻ തീരുമാനിച്ചാണ്. ഞങ്ങൾ വന്നപ്പോഴാണ് നമ്മൾ ആ അന്ന് കണ്ട ആ ഒരു എഫക്റ്റിന് മേളിലാണ് ഇപ്പോഴും ആ ഒരു, കാരണം നമ്മൾ ഡീറ്റെയിലിംഗ് ആയിട്ടാണ് സിനിമ കാണുന്നത്. ഇപ്പോൾ അന്ന് നമ്മൾ കണ്ട സിനിമ വീണ്ടും കാണുമ്പോൾ നമ്മൾ അക്ക ഡീറ്റെയിലിംഗ് കാണില്ല. അന്നാണ് നമ്മുടെ പൃഥ്വിരാജിൻ്റെ ആ ഒരു ഡയറക്ഷനും ആ ഒരു സംഭവം, അതായത് എല്ലാവരുടെയും ആ ഒരു എക്സ്പ്രഷൻസ് എടുത്ത് വെച്ചേക്കുന്ന രീതിയൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അതായത് നമ്മുടെ പൃഥ്വിരാജ് ആ ഒരു ഡയറക്ഷൻ ഭയങ്കര ബ്രില്യൻ്റാണ്. പിന്നെ ലാലേട്ടൻ്റെ ഒബ്വിയസ്ലി ലുക്സും അതിൻ്റെ നോട്ടവും കയ്യിൻ്റെ അഭിനയവും മുഖത്തെ എല്ലാ അഭിനയവും പക്ക രീതിയിൽ പൃഥ്വിരാജ് എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഒരു ഇത് സംഭവം ഉണ്ട്. ഇനിയിപ്പോൾ എമ്പുരാന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. അടുത്ത ആഴ്ച പടറങ്ങാണ്. എന്തായാലും നമ്മൾ തകർത്ത് പൊളിക്കും. എങ്ങനെയുണ്ടായിരുന്നു ലൂസിഫർ? എപ്പോഴും ഞാൻ കുറേ പ്രാവശ്യം കണ്ട എന്നാലും പുതിയൊരു ഫീൽ ഉണ്ടായി. ഇപ്പോൾ എമ്പുരാന് വെയിറ്റിംഗ് ആണോ? ഇന്നലത്തെ ട്രെയിലർ അടിപൊളിയായിരുന്നു. പിന്നെ അതിൻ്റെ മേക്കിങ്ങും അതിൻ്റെ ഷോർട്സൊക്കെ അടിപൊളിയായിട്ടുണ്ടായി. ഇന്നലെ കറക്റ്റ് ഇറങ്ങിയപ്പോൾ തന്നെ സ്റ്റോറി കണ്ടുകൊണ്ട് അപ്പം തന്നെ ഇവിടുത്തെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ലൂസിഫറിൻ്റെ? നല്ലായിരുന്നു. ആ എമ്പുരാൻ ഇവിടെ കാണണേ നല്ലത് തോന്നുന്നു. ഈ സ്ക്രീൻ വലുതാണ് കുറച്ചും കൂടി മറ്റേ വലുതൊക്കെ.